അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുകയാണ്. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി റബീഉൽ അവ്വലൊക്കെയാണ്, പൊരുത്തക്കേട് ഉണ്ടാവരുത്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ വെളിയങ്കോട് ഒരു പരിപാടി നടന്നു, സമസ്തയുടെ വലിയ പരിപാടി. ആ പരിപാടിക്ക്, ആ പ്രോഗ്രാമിന് തലേ ദിവസം ശംസുൽ ഉലമയുടെയും കണ്ണിയത്തിൻ്റെയും ഒക്കെ മഹത്വം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നാളെ നമുക്ക് അള്ളാഹു അന്തരീക്ഷം അനുകൂലമാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. 2 ദിവസവും വലിയ മഴയായിരുന്നു. 2ാമത്തെ ദിവസം മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. 2ാമത്തെ ദിവസം പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ തീർത്തും മഴ തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകൾ വേദിയിൽ നിന്ന് തിരിച്ചിറങ്ങി പോവാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയം വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് ചെന്നിട്ട് ദുആ ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ഫാത്തിഹ ഓതിയിട്ട് പറഞ്ഞത്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അവരുടെയൊക്കെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ നമുക്കൊരു നിലനിൽപ്പ്. അവരെ പേര് പറയുമ്പോഴാണ് നമുക്കൊരു യോഗ്യത ഉണ്ടാവുക. ആ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, അവരുടെ മഹത്വം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ നാവ് പറഞ്ഞിട്ട് നീ നാണം കെടുത്തല്ലേ അല്ല. ഇത്രയും ആളുകൾ മഴ പെയ്ത് തിരിച്ചിറങ്ങി പോകുമ്പോ നാണക്കേടാവില്ലേ? അല്ലേ? ഇന്നലെ വാക്കവി ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് കുളമായല്ലോ എന്ന് പറയുമ്പോ അത് അവരുടെ പേരിന് പാവപ്പെട്ട ജാഹിലീങ്ങളായ ഞങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അതൊരു നാണക്കേടല്ലേ? സങ്കടം വന്നു. വല്ലാഹി റബ്ബ് അള്ളാഹു പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. കണ്ണ് കുളിർന്നു പോകുന്ന രംഗമാണ് അവിടെ കൂടിയ മുഴുവൻ ആളുകളും കണ്ടത്. അത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കറാമത്താണ്. ആ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വെറും ഒരു ആശിഖുർ റസൂൽ എന്ന രീതിക്കപ്പുറം ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു മഹാനായ കവിയായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. നല്ല പാട്ടുകാരനായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. നല്ല എഴുത്തുകാരനായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. വെറും ഒരു മോശക്കാരനായിരുന്നില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പാട്ട് എഴുതിയിട്ടല്ല റൗള ഷരീഫിൽ വന്ന് പാടിയത്. അങ്ങനെയൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂല. ആരെങ്കിലും ഒന്ന് പാടിയാൽ ഇത് ഖൽബ് പൊട്ടുന്ന പാട്ടാ പാടിയത്. ആ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു എഴുതി കുടുംബബന്ധത്തെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. 2 വരി കുടുംബബന്ധത്തെക്കുറിച്ച് 2 വരി കവിത എഴുതിയിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്താണ് ഒരു അറബി വേർഡ് നിങ്ങൾ പഠിക്കണം. തേളുകൾ എന്ന് പറഞ്ഞാൽ അറബിയിൽ അഖ്റബ് എന്നാണ്. അഖ്റബ്, ഐന് ഖാഫ് റാ ബാ, അഖ്റബ് തേള് എന്നാണ് അർത്ഥം. ആ ഐന് മാറ്റിയിട്ട് അവിടെ അലിഫാക്കിയാൽ അഖ്റബ് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അലിഫിട്ടാൽ കുടുംബം, ഐനിട്ടാൽ തേള്. ഈ 2 വാക്കിനെ വെച്ചിട്ട് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അലിഫുൽ ഖാനിബി ഫി സമാനി ഖദിൻ ഖലബ് ഐനം ഫസാറൽ അഖ്റബൂന ഖാരിബാ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് സ്നേഹിക്കാൻ വേണ്ടി അല്ലാഹു പടച്ച കുടുംബങ്ങളെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാളനയുടെ പൊന്തൂവലിന്റെ സ്പർശമേൽക്കാൻ വേണ്ടി അല്ലാഹു പടച്ച കുടുംബങ്ങളെ, 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 നിങ്ങൾക്ക് അല്ലാഹു അറബിയിൽ പറയുന്നത് അഖ്റബ് എന്നാണ്, കുടുംബങ്ങൾ എന്നാണ്. പക്ഷേ ഐനം ഫസാറൽ അഖ്റബൂന ഖാരിബാ, ഈ കാലഘട്ടത്തിൽ അലിഫ് മാറിയിട്ട് ഐനായിരിക്കുകയാണ്. സ്നേഹിക്കാൻ അറിയുന്ന കുടുംബത്തിന്റെ പേര് അല്ലാഹു തന്നെ മാറ്റിയിട്ട് തേളുകളാക്കിയിരിക്കുകയാണ്. വിഷം ചീറ്റുന്ന, കൊത്തിവലിക്കുന്ന, മനുഷ്യനെ മരിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന തേളുകളെ പോലെ മനുഷ്യാനിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു എന്ന് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മുടെ ജീവിതവും ഇന്ന് അങ്ങനെയല്ലേ? കൂടപ്പിറപ്പുകളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല, സഹോദരങ്ങളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. സ്നേഹം മറന്നുപോയി, ബന്ധം നഷ്ടപ്പെട്ടു പോയി, കൂടപ്പിറപ്പുകൾ തമ്മിൽ കലഹവും കലാപവും പ്രശ്നവുമായി കടന്നുകൂടുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഓർത്തു നോക്കിയേ, ചെറിയ പ്രായത്തിൽ ഞാനിപ്പോ എന്റെ വീട്ടിൽ എന്റെ മക്കൾ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും മാറിയിരുന്ന് നോക്കുമ്പോ തന്നെ എന്തു കൗതുകമാണ്. പൊന്നാര ഏറ്റവും ഇളയ അനുജന് കയ്യിലൊരു മുറിവ് വന്നാൽ 3 ഇക്കമാരും കൂടി വന്നിട്ട് പോട്ടുവാവേ എന്ന് പറഞ്ഞ് തട്ടിക്കൊടുക്കുന്നു, തടവിക്കൊടുക്കുന്നു, കണ്ണീര് തുടച്ചു കൊടുക്കുന്നു. അല്ലാഹുവേ, ഒരുമിച്ച് കളിക്കുന്നു. മദ്രസയിൽ പോകുമ്പോ ജ്യേഷ്ഠൻ അനുജന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളും അതുപോലെ പണ്ട് നടന്നു പോയിട്ടില്ലേ? ഇന്നെന്തേ നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോ വെറുപ്പ് തോന്നുന്നത്? നിങ്ങളും അതുപോലെ നടന്നു പോയില്ലേ? മദ്രസയിലേക്ക് പോയപ്പോ
നിങ്ങളുടെ പ്രിയപ്പെട്ട ഇക്ക, ഒരുമ്മയുടെ വയറ്റിനകത്ത് ജനിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഇക്കയുമായി നിങ്ങൾ ഓടിക്കളിച്ചില്ലേ, ചാടിക്കളിച്ചില്ലേ? ആ ഇക്കയുടെ വിരൽ തുമ്പ് പിടിച്ചു മദ്രസയിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ നടന്നുപോയില്ലേ? ഇന്ന് കണ്ടാൽ കീരിയും പാമ്പും പോലെ പരസ്പരം തർക്കിക്കുന്ന, പരസ്പരം വഴക്കടിക്കുന്ന, പരസ്പരം പിണങ്ങുന്ന സ്വഭാവം നിസ്കാരമുള്ളവരെ, നിസ്കാരപ്പഴമ്പുള്ളവരെ, ദീനീ പ്രവർത്തകരെ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങളുടെ കുടുംബക്കാര് പറയുന്നതെന്താ? ഇങ്ങോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ചെയ്യാത്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യലല്ല. ഇപ്പോ എന്റെ വീട് വെച്ചപ്പോ എന്റെ അനുജൻ എനിക്കൊരു 1,00,000 രൂപ തന്നു. അപ്പൊ എന്റെ വൈഫ് പറയും, നിങ്ങൾ എഴുതി വെച്ചോളണം, അനുജന്റെ വീട് വെക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളതാ. ഇത് കുടുംബ ബന്ധം ചേർക്കലല്ല. ഇത് കുടുംബബന്ധം ചേർക്കലല്ല. എന്റെ മോളെ നിക്കാഹിന് എന്റെ അനുജൻ 5 പവൻ സ്വർണം എടുത്തിരുന്നു. അപ്പോഴേ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, ശരിയാണ്, അനുജന്റെ മോളെ നിക്കാഹാകുമ്പോ എനിക്ക് ഒരു 5 പവൻ എടുത്തു കൊടുത്ത് അതങ്ങ് തീർക്കണം, ആ ബാധ്യത തീർക്കണം. അത് കുടുംബബന്ധം ചേർക്കലല്ല. ഇത് പറഞ്ഞത് മുത്ത് റസൂലാണ്. ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യലല്ല. ഇപ്പൊ ഈ പറഞ്ഞത് പ്രത്യുപകാരം ചെയ്യലാണ്. എനിക്ക് ചെയ്തത് കൊണ്ട് ഞാനും ചെയ്തു. എന്റെ വാപ്പ മരിച്ചപ്പോ വാപ്പയെ കബറിൽ ഇറക്കി വെച്ച ഉടനെ അവൻ പോയില്ലേ? അതുകൊണ്ട് അവന്റെ വാപ്പ മരിക്കുമ്പോഴും അവന്റെ വാപ്പയെ കബറിൽ ഇറക്കി വെച്ചോണ്ട് ഞാനും പോകും. ഞാൻ അവിടെ നിൽക്കൂല. കാരണം അങ്ങനെ അതിക്കുറച്ചുള്ള സ്നേഹം മതി മൊയിലേരെ എന്ന് പറയും. ഇത് ഏറ്റവും അധികം അനുഭവിക്കുന്നത് നിങ്ങളാ. നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ വിളിച്ചു പറയും, എന്നാലും മോളെ കാതുകുത്തിന് നിങ്ങളുടെ അനുജത്തി വന്നിട്ട് 1/2 മണിക്കൂർ നിന്നില്ലല്ലോ ഇക്ക. അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, നിങ്ങൾ ഗൾഫിലാന്ന് നമുക്ക് ചിന്തിച്ചൂടെ? അത് ചെയ്തില്ലല്ലോ. ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ നിങ്ങൾ വൈഫ് കരഞ്ഞാൽ പിന്നെ അബുദാബി ആണെങ്കിലും ദുബായ് ആണെങ്കിലും നിങ്ങളെ കാര്യം ഖത്തം പോകയാ. ഇപ്പോഴേ നിങ്ങൾ പറയും, വിഷമിക്കേണ്ട, അവള് വന്ന് നിന്നില്ലെങ്കിൽ അവളെ മോളെ കാതുകുത്തിന് നീ പോയും വേണ്ട, പോട്ടെ, ബാക്കി ഞാൻ ഏറ്റു. അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ ബന്ധം. പക്ഷെ അവിടെ മുറിഞ്ഞു പോകുന്നത് നമ്മുടെ ഈമാനാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കില്ല. ഇതാണ് ഇബ്ലീസിന്റെ ശക്തി. എത്ര സിമ്പിളായിട്ടാണ് അവനൊരു കുടുംബ ബന്ധം മുറിച്ചത്. നമ്മൾ ഫോണിലൂടെ ഒരു ലളിതമായൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു, അതും മതി. അള്ളാന്റെ അർശ് കിടുങ്ങും, അള്ളാന്റെ മലക്കുകൾ വിറയ്ക്കും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ വെറുക്കും. ഇതൊരു ചെറിയ വാക്കാണെങ്കിലും ഒരു ബന്ധം മുറിയലാണ്, സഹിക്കാൻ പറ്റൂല. കാരണം ഈ ബന്ധമുണ്ടാക്കിയത് നീയല്ല, ഈ ബന്ധമുണ്ടാക്കിയത് അള്ളാഹുവാണ്, ഞങ്ങളാരുമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു ശരീരത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ പേടിക്കുക. ആരാണ് മനുഷ്യരെ പടച്ചത്? ആരാണ് ആദം നബിയെ പടച്ചത്? വഖലഖ മിൻഹാ സൗജഹാ. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നല്ലേ പിന്നെ അല്ലാഹു ഇണയെ പടച്ചത്. ആരാ പടച്ചത്? നിങ്ങളാണോ നമ്മളാണോ? വബസ്സ മിൻഹുമാ റിജാലൻ കസീറ. ആൺമക്കളും പെൺമക്കളുമായി ധാരാളം മക്കളെ പിന്നെ അല്ലാഹുവല്ലേ പടച്ചത്. അപ്പൊ കുടുംബമുണ്ടാക്കിയത് അല്ലാഹുവാ, ബന്ധമുണ്ടാക്കിയത് അല്ലാഹുവാ, ബന്ധപ്പെടണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ, ആ ബന്ധം ചേർക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് കുടുംബമെന്ന് പറഞ്ഞാൽ പ്രത്യുപകാരമല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ഖതഅത് റഹിമഹു വസലഹാ. മുറിഞ്ഞു പോയാൽ അതിനെ ചേർക്കുന്നതിനാണ് കുടുംബബന്ധം എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബം മനസ്സിൽ വരട്ടെ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഉമ്മ, ഉപ്പ, ഉപ്പയുടെ അനുജന്മാർ, ഉമ്മയുടെ അനുജത്തിമാർ, അനുജന്മാർ, ബന്ധുമിത്രാദികൾ, അവരൊക്കെ മനസ്സിൽ വരട്ടെ. അല്ലാഹുവേ, ഞാൻ എത്ര വർഷം കൊണ്ട് അബൂദാബി നിൽക്കുന്നു. എൻ്റെ ഉപ്പയുടെ അനുജന്റെ ഒരു മോനുണ്ടായിരുന്നു, എത്ര നാളായി ഞാൻ അവനൊന്ന് കണ്ടിട്ട്. റബ്ബേ, ഞാനിങ്ങനെ നാട്ടിൽ പോകും, 2 മാസം നിൽക്കും, തിരിച്ചു വരും. അള്ളാഹു എന്റെ കുടുംബത്തിൽ ഏറ്റവും അധികം ഞാൻ ബന്ധപ്പെടേണ്ടുന്ന എന്റെ ഉമ്മയുടെ ഒരു ആങ്ങളയുണ്ടായിരുന്നു, പാവപ്പെട്ട ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്നവനായിരുന്നു. എത്ര കാലമായി ഞാൻ അയാളെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട്, ഫാമിലി ആയിട്ട് ഇവിടെ വർഷങ്ങളോളം ഞാൻ താമസിക്കുന്നു. എനിക്ക് ബന്ധം വേണ്ടേ? എനിക്ക് കുടുംബം വേണ്ടേ? എനിക്ക് ജീവിതം വേണ്ടേ? ഗൗരവത്തോടെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ നാട്ടിൽ പോയി 2 മാസം ലീവിന് നിൽക്കുമ്പോൾ ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യയൊക്കെ ഒരു വല്ലാത്ത താല്പര്യക്കുറവ് കാണിച്ചു. എന്നാലും വാളൊക്കെ കേട്ടതല്ലേ, എന്തായാലും പോയിരിക്കാമെന്ന് തീരുമാനിച്ച് നിങ്ങൾ പോയി കാണാൻ. അപ്പോ ഞങ്ങളുടെ ഉമ്മയുടെ സഹോദരന്റെ ഭാര്യ പറഞ്ഞു, ഇറങ്ങടാ വെളിയിൽ, ഞാനിവിടെ രോഗം ബാധിച്ച് കിടന്നു, വെള്ളം കുടിക്കാൻ ഗതിയില്ലാതെ കിടന്നു, നീ വലിയ ഗൾഫുകാരനായി, അന്നൊന്നും നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെ ആട്ടി ഓടിക്കുമ്പോ തിരിച്ച് പോട്ടെ ഉമ്മ, സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത്,
എനിക്ക് അറിവില്ലാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇടിച്ചു കയറുന്നതിനാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടു തന്നത് തിരിച്ച് ഭാര്യയും മക്കളെയും പറഞ്ഞോട്ട് കൊണ്ട് കൊടുക്കുന്നതിനല്ല ഈ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞ. നിങ്ങളെ വേണ്ട എന്ന് പറയുന്നവരെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചെല്ലുക. ആ ഒരു സ്നേഹമാണ് മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു ചെറിയ പ്രായത്തിൽ, അല്ലേ? ഇപ്പൊ ഈ റബീഉൽ അവ്വൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ പഠിപ്പിച്ചു കൊടുത്ത് പാടി അവൻ സമ്മാനം വാങ്ങിയൊരു പാട്ടുണ്ട്. അത് പാടുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ കണ്ണീരാണ്. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ച ആമിനാബി പൂമകനിൽ ചുംബനമണച്ച്, അത്തലിൻ തൻ മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി. ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി. അങ്ങിനെ കാലം കഴിയും കാലമോരോ നാളിൽ, ആമിനാബിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള, 6 വയസ്സായ കാലം ആറ്റലം നബിയുള്ള. ഭൂതലം പോകുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞു, ആട തന്നിൽ ആടുമേച്ച കുഞ്ഞുമോൻ വളർന്നു. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു. ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ സ്നേഹം കൊടുക്കാൻ സമയമായപ്പോ ഉമ്മ പോയി. വാത്സല്യം കിട്ടുന്ന സമയത്ത് വാപ്പയില്ല. ബന്ധുമിത്രാദികളുടെ സ്നേഹം കൊതിക്കുന്ന സമയത്ത് അല്ലാഹുവേ, നുബുവത്തിന്റെ പദധ്വനി മുഴങ്ങിയ മുത്ത റസൂലിന്റെ ശരീരത്തിലേക്ക് കല്ല് പറക്കി എറിഞ്ഞു. ആരംഭ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ട് പോലും സുഖമില്ലാതെ, അബൂജഹല് സുഖമില്ലാതെ കിടക്കുന്നെന്നറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടാൻ മനസ്സ് കാണിച്ച സ്നേഹനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തോട് ബന്ധത്തിന്റെ മൂർധന്യതയെ കുറിച്ച് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ ആ സ്നേഹത്തിന്റെ വില പറഞ്ഞു